നമസ്കാരം. ദില്ലിയിലെ ധനമന്ത്രി അതിഷി ബജറ്റ് അവതരണം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിഷിയുടെ കന്നി ബജറ്റാണ് ഇത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഈ ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം അതിഷി പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകളാവുന്നുണ്ട്. എന്തായാലും ഈ ബജറ്റിൽ ദില്ലി സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം 16,396 കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കില്ല. പക്ഷേ ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം ഈ വിദ്യാഭ്യാസ മേഖലയേക്കാൾ ഉപരിയായി അതിഷി പറഞ്ഞത് രാമ ഭഗവാനെ കുറിച്ചും അതിനോടൊപ്പം രാമരാജ്യത്തെക്കുറിച്ചുമായിരുന്നു. എന്തായാലും രാമരാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞങ്ങൾ, അതായത് ആം ആദ്മി പാർട്ടി കഠിനമായി പ്രയത്നിക്കുകയാണ് എന്നായിരുന്നു അതിഷിയുടെ സുപ്രധാന പരാമർശം. കെജ്രിവാളിന്റെ സത്യസന്ധത കാരണമാണ് ദില്ലിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് എന്നും അവർ പറയുന്നു. ആം ആദ്മിയുടെ എല്ലാ MLA-മാരും രാമനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവരാണ് എന്നും ദില്ലിയിൽ രാമരാജ്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആം ആദ്മി പ്രവർത്തിക്കുന്നതെന്നും ആം ആദ്മിയുടെ ഓരോ നേതാക്കളും അതിന് പ്രതിജ്ഞാബദ്ധരാണ് എന്നും അതിഷി പറഞ്ഞിരിക്കുന്നു. കെജ്രിവാളിന്റെ ഹനുമാൻ ഭക്തി ഏറെ പ്രസിദ്ധമാണ് എന്ന് നമുക്കറിയാം. കെജ്രിവാൾ സ്വയം വിശേഷിപ്പിക്കുന്നതും താനൊരു ഹനുമാൻ സേവകനാണ് എന്ന തരത്തിലാണ്. ദില്ലിയിലെ ഒട്ടുമിക്ക ഹനുമാൻ ക്ഷേത്രങ്ങളും അദ്ദേഹം ഇടയ്ക്കിടെ സന്ദർശിക്കാറുമുണ്ട്. ഇത്രയൊക്കെ ശ്രീരാമചന്ദ്രനെ പറ്റി പറഞ്ഞ അതിഷിയുടെ സർക്കാർ അല്ലെങ്കിൽ ആം ആദ്മി എന്ന പാർട്ടി അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ സ്വീകരിച്ച നിലപാട് വ്യത്യസ്തമായിരുന്നു എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും തന്നെ വിട്ടുനിന്നിരുന്നു. പക്ഷെ അതിനുശേഷം ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായ ഭഗവന്ത് മന്നും കുടുംബസമേതം അയോധ്യ സന്ദർശിക്കുകയുണ്ടായി. എന്നാലും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്നും മനഃപൂർവ്വം വിട്ടു നിൽക്കാൻ ആം ആദ്മി പാർട്ടി വലിയ ശ്രദ്ധ കൊടുത്തിരുന്നു. എന്തായാലും അതിഷിയുടെ ബജറ്റ് പ്രസംഗത്തിലെ ശ്രീരാമ പരാമർശത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ട് ന്യൂദില്ലിയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി സ്വരാജ് രംഗത്ത് വന്നിരുന്നു. ആം ആദ്മി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നു എന്ന് തന്നെയാണ് ബാംസുരി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അഴിമതിയിൽ ആഴത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആം ആദ്മി സർക്കാർ എങ്ങനെയാണ് രാമരാജ്യത്തെ പറ്റി ഒരു നാണവുമില്ലാതെ സംസാരിക്കുന്നത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തിയത്. ബാംസുരി കാലങ്ങളായി ദില്ലി സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നിലവിൽ എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ ഇരട്ടത്താപ്പ് വെളിയിൽ വന്നു എന്ന് തന്നെയാണ് BJPയും പറയുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രസംഗത്തിൽ എവിടെയെങ്കിലുമൊക്കെ ശ്രീരാമചന്ദ്രനെ കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. തങ്ങൾ ശ്രീരാമചന്ദ്രനെതിരല്ല എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ബജറ്റിൽ ഒരാവശ്യവുമില്ലാതെ ശ്രീരാമചന്ദ്രനെയും രാമരാജ്യത്തെയും ഒക്കെ ആം ആദ്മി സർക്കാർ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ഹനുമാൻ ഭക്തി വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അങ്ങനെ ദില്ലി നിയമസഭയ്ക്കുള്ളിൽ ഇന്ന് ഹനുമാൻ ഭക്തരുടെയും രാമഭക്തരുടെയും വലിയ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത്. ഇതിനിടയിൽ EDയുടെ 8ാമത്തെ സമൻസ് കെജ്രിവാളിന് വന്നിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹം ഇത്തവണയും സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇത്തവണയും EDക്ക് മുന്നിൽ ഹാജരാവില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. BJP എന്തായാലും ഈ ഒരു ബജറ്റ് പ്രസംഗത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ദേശീയ തലത്തിൽ തന്നെ അഴിച്ചുവിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.